ശ്രീ റെജി ലൂക്കോസ്, കൂടുതൽ കാര്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വരികയാണ് വിനീതിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും പ്രധാനം, പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്, പോലീസ് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹപ്രവർത്തകർ പോലീസിനോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഏത് തരത്തിലേക്കാണ് ഈ മേലുദ്യോഗസ്ഥന്റെ പീഡനം? ഇതിനോടകം തന്നെ വിനീത് അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശം അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇപ്പോൾ മേലുദ്യോഗസ്ഥന്റെ ഏത് തരത്തിലുള്ള പീഡനമാണ്, മാനസിക പീഡനമാണ് നേരിട്ടത് എന്നത് സഹപ്രവർത്തകർ പറയുകയാണ്. വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുള്ള കാരണം എന്താണ്? ഒരു മരണം, അത് കുഴഞ്ഞു വീണ് ഇതേ ക്യാമ്പിൽ തന്നെ ഒരു ആൾ, ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്, സുഹൃത്താണ് വിനീതിന്റെ, സുനീഷ് എന്ന പേര്, 2021 സംഭവമാണ്. അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, പക്ഷേ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിക്കുകയാണ്. മനഃപൂർവ്വം വൈകുന്നതാണോ എന്നത് അറിയില്ല. പക്ഷേ ആ കാര്യം പരാതിയായി പറഞ്ഞിട്ടുണ്ട്, പല വേദികളിലും അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് വ്യക്തിവൈരാഗ്യത്തിന് കാരണം. മറ്റൊന്ന്, ഇദ്ദേഹത്തിനെതിരെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനു മുൻപൊരു ഹവിൽദാർ രംഗത്തെത്തി പറയുന്നു. അദ്ദേഹം ഈ ജോലി തന്നെ വിടാനുണ്ടായ കാരണം മാനസിക പീഡനമാണ് എന്ന് പറയുന്നു. മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരത്തിലേക്ക് മാനസിക പീഡനം, ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുന്നു, പിന്നീട് അവർ അതിൽ പരാതി കൊടുക്കുന്നു, അവരെ പുറത്താക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾ ഈ മേലുദ്യോഗസ്ഥനെതിരെ ഉണ്ട്. അദ്ദേഹം അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആത്മഹത്യ എന്നതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായി കാണേണ്ടുന്ന ഒരു വിഷയമല്ലേ? ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ടുന്ന ഒരു വിഷയമല്ലേ? അതിന്റെ 100% അത് വളരെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിനീത് എന്ന് പറയുന്ന കമാൻഡോ, അതായത് മാനസികമായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം കമാൻഡോ എന്ന് പറയുന്നത്. അത്ര ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാള്, ഒരു കമാൻഡോ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഇപ്പൊ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ കടുത്ത സമ്മർദ്ദങ്ങളും പീഡനങ്ങളും ഉണ്ടായെന്ന് പറയുന്നത് യാതൊരു തർക്കമില്ല. ഇപ്പൊ വയനാട്ടിലെ വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ല ക്ഷമിക്കണം, വയനാട്ടിലെ യുവ കമാൻഡോ ട്രെയിനിങ്ങിലൂടെ തളർന്നു വീണപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രി കൊണ്ടുവന്നതിന് വൈകിപ്പിച്ചു ഈ അസിസ്റ്റന്റ് കമാൻഡർ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്ന ആരോപണം. അത് ചോദ്യം ചെയ്തതിന് അന്ന് മുതൽ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഇപ്പോൾ മരിച്ച കമാൻഡോ, ആത്മഹത്യ ചെയ്ത കമാൻഡറുടെ മേലിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ശത്രുത പുലർത്തിയെന്നുള്ളവരും സഹപ്രവർത്തകർ തന്നെ ഇപ്പൊ പുറത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ 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 ഗൗരവമുള്ള കാര്യമാണ്. സർക്കാർ അടിയന്തരമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ സഹപ്രവർത്തകര് ആ ചെറുപ്പക്കാരായ കമാൻഡോയ്ക്ക് അനുകൂലമായിട്ടാണ് മൊഴി നൽകുന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ വെച്ചുറപ്പിക്കാൻ പാടില്ല. കാരണം കഠിനമായ പാതയിലൂടെയാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ പ്രവൃത്തിയിലേക്ക് വരുന്നത്. അതിനിപ്പം ലോക്കൽ സ്റ്റേഷനിലാണെങ്കിലും ക്യാമ്പുകളിലാണെങ്കിലും കമാൻഡോ സെഗ്മെന്റിലാണെങ്കിലും അവരങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. മറ്റൊരു പാത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജോലി ഉപേക്ഷിച്ചൊരു ഹവിൽദാറിന്റെ കഥയാണ്. അയാൾ വെളിപ്പെടുത്തുകയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അയാളുടെ ഭാര്യ വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നപ്പോൾ അത് കാണാനുള്ള അനുമതി പോലും നൽകിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത യുവ കമാൻഡോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിനും പോലും തടസ്സം എന്ന് പറയുന്നു. കക്കൂസും അതുപോലുള്ള പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയാൽ പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യവൃത്തിപ്പെട്ട ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ സമ്പത്തായ നാടിന്റെ സുരക്ഷിതത്വം പാലിക്കുന്ന ഈ കമാൻഡോസിനെ പോലുള്ളവര് അവരെയൊക്കെ ഈ രീതിയിൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മുൻപ് തിരുവനന്തപുരത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ മകള് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതായത് അവരുടെ അച്ഛന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കരണത്തടിച്ച കഥയൊക്കെ നമുക്ക് കേരളത്തിൽ വളരെ വേദനയോട് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഇതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാര് വഴിപെട്ട രീതിയിലുള്ള പീഡനങ്ങൾ അതിൽ ആസ്വദിക്കുകയും ചെയ്ത സാഡിസ്റ്റ് മെന്റാലിറ്റിയിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുള്ളൊരു നിസ്തർക്കമാണ്. എന്നാൽ പൊതുവെ നമ്മുടെ കേരള പോലീസിൽ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുത്തും അവർക്ക് മെന്റൽ സ്ട്രെങ്ത് കിട്ടാനുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്താണ് സർക്കാർ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇത് വളരെ വളരെ താങ്കളുടെ മുന്നിലേക്ക് താങ്കൾ ഇത് പറഞ്ഞത് കൊണ്ട് ഞാനൊരു കണക്ക് വയ്ക്കാം. ശ്രീ റെജി ലൂക്കോസ്, 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 130 ആത്മഹത്യകളാണ് നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ളത്. 300 ആത്മഹത്യാ ശ്രമങ്ങൾ, 900-ലേറെ പോലീസുകാർ VRS അപേക്ഷിച്ചു, 200 പേർ VRS എടുത്തു. ഇവർക്ക് താങ്ങാനാവുന്നതിലപ്പുറമാണ് അവരുടെ ജോലിഭാരം, മാനസിക സമ്മർദ്ദം, ഇത്തരത്തിലേക്കുള്ള മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ. ഈ മരണമടഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞല്ലോ 130 ആത്മഹത്യ, അതിൽ 2 പേർ DYSPമാർ, 7 പേർ CI റാങ്കിലുള്ളവർ, 19 SIമാർ. ഇതാണ് കണക്ക്. അപ്പോൾ നമുക്കിതിനെ ഒരിക്കലും ഒരു കാരണവശാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പിറവത്ത് കേട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. പക്ഷെ പലപ്പോഴും ഇത് പുറത്തേക്ക് വരുമ്പോൾ വ്യക്തിപരം, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ എത്രയോ തെളിവുകൾ, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.